അപ്പോൾ നമ്മളെ ചാനൽ എൻ്റെ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് നമ്മൾ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. നമ്മൾ വേളാങ്കണ്ണി പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേന്ന് വേളാങ്കണ്ണി പോകുന്നതിൻ്റെ അന്ന് ശനിയാഴ്ചയുള്ള വീഡിയോ ആണ്. നമ്മൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ, കഴിക്കേണ്ട സാധനങ്ങൾ രാത്രിത്തേക്കുള്ളത് വീട്ടിൽ നിന്ന് തന്നെ പൊതിഞ്ഞെടുക്കുക ചെയ്തത്. അപ്പോൾ അതാണ്ട് തോരനുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചപ്പാത്തിക്കുള്ളത്, ചേട്ടൻ ചപ്പാത്തി വേണമെന്നമ്മ പറഞ്ഞ് അങ്ങനെ ചപ്പാത്തിക്കുള്ളത്. ചപ്പാത്തി ഉണ്ടാക്കിയ മാമനും മോളും പിന്നെ അതേ തിന്നത്തുള്ളൂ. മോക്കും ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി. അങ്ങനെ ഒരു 5 ചപ്പാത്തി ആകപ്പാടുണ്ടാക്കിയുള്ളൂ. അതിൽ നിന്ന് ഒരെണ്ണം അപ്പം തന്നെ അവൾ അടിച്ചു മാറ്റുകയും ചെയ്ത്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയ ഉടനെ തന്നെ ഞാൻ പൊതിഞ്ഞ്. പിന്നീട് 4 ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അമ്മ പറഞ്ഞ് എങ്കിൽ പിന്നെ ഒരു കുഞ്ഞു പൊതി ചോറും കൂടെ എടുത്തോളാം. അപ്പം 4 പൊതി ചോറും ചപ്പാത്തിയും ഇത്രയാണ് നമ്മൾ കൊണ്ടുപോയത്. പിന്നീട് വെള്ളം അത്യാവശ്യ കാര്യമാണ്. കിട്ടിയ കുപ്പിയിലൊക്കെ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വെള്ളം തികഞ്ഞില്ല. നമ്മൾ പിറ്റേന്ന് ഒരു 2 കുപ്പി വെള്ളമേ നമുക്ക് എക്സ്ട്രാ ഉണ്ടായിരുന്നുള്ളൂ. കാരണം വലിയ കുപ്പി ഇല്ലാന്നെല്ലാം ചെറിയ കുപ്പിയായിരുന്നു. അമ്മ ഈ വരുമ്പോഴെല്ലാം പ്ലാസ്റ്റിക് ഈ ഹരിതകർമ്മസേന അവർക്ക് എടുത്ത് കൊടുക്കും. അത്യാവശ്യത്തിന് വെച്ചേക്കാം പറയും നമ്മളെന്തായാലും മേടിക്കുമല്ലോ എന്നും പറഞ്ഞിട്ട് അമ്മ എടുത്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മോൾക്ക് കിട്ടിയതിലൊക്കെ നമ്മൾ എടുത്ത്, പിന്നെ മോക്കുള്ള സ്നാക്സ് ഞാൻ പുറത്തുനിന്ന് മേടിക്കണ്ടെന്ന് കരുതിയിട്ട് അതും കൈ കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നീട് രസം വെച്ച്, രാത്രി നമ്മൾ ചോറായിരുന്നു. അപ്പോൾ രസം ഉണ്ടാക്കി. പിന്നീട് പപ്പടം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് എടുത്ത് കീറിയിട്ട് വറുത്ത്, അതാകുമ്പോൾ പൊടിയത്തില്ല. പിന്നീട് വെള്ളമെല്ലാം നിറച്ച് വെച്ച് ഇതിൽ കട്ടൻ ചായ ഇട്ടുകൊണ്ട് പോകാനുള്ള ചേട്ടനും അമ്മയും 11 മണിക്ക് എറണാകുളത്ത് നിന്ന് കയറുന്നത്. നമ്മൾ കൊല്ലത്ത് നിന്നാണ് കയറുന്നത്. അപ്പം വൈകുന്നേരം ഒരുമിച്ച് ചായ കുടിക്കാമെന്ന് കരുതി കട്ടൻ ചായ ഇട്ട് അതിൽ ഇറങ്ങാൻ നേരം കൊണ്ടുപോയാൽ മതി. പിന്നീട് കണ്ട ചോറ് ഇതിലിപ്പോൾ 3 പൊതിയെ കാണിക്കുന്നുള്ളൂ. ഒരു പൊതി ഞാൻ ഷോർട്സിന് വേണ്ടി മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇത് 3 പൊതി കാണിക്കുന്നുണ്ട്. അപ്പോൾ തോരനും ചോറും ഒരുമിച്ചാണ് പൊതിഞ്ഞത്. ചമ്മന്തി സെപ്പറേറ്റ് പൊതിയാന്ന് കരുതി. കാരണം മോളെല്ലാവരെയും ചോറിൽ നിന്ന് കഴിക്കുന്നതാണ്. അപ്പം എരി ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് അത് സെപ്പറേറ്റ് പൊതിഞ്ഞ്. അപ്പോൾ ആവശ്യത്തിന് അതിൽ നിന്ന് എല്ലാവരും കൂടെ എടുത്താൽ മതിയല്ലോ. പിന്നെ നമ്മൾ വാഴയില കുറേ നോക്കി. ഇവിടെ വാഴയില ഉണ്ട്, പക്ഷേ ഓണർ തരത്തില്ല. നമ്മൾ ഒരാൾ മേടിക്കുമ്പം എല്ലാവരും വന്ന് വെട്ടുമെന്നും പറഞ്ഞിട്ട് തരത്തില്ല. പിന്നെ ഇവിടെയുള്ള വീടുകളിലൊക്കെ നോക്കി എങ്ങും വാഴയൊന്നും കണ്ടില്ല. ആകെ വാഴ കണ്ടത് ഇവിടെ മാത്രമാണ്. അത് കിട്ടിയതുമില്ല. പിന്നീട് നമ്മൾ ഇത് തന്നെ ഈ ഷീറ്റ് തന്നെ ഉപയോഗിക്കേണ്ടി വന്നു. പിന്നെ കടയിൽ നിന്ന് മേടിച്ചിട്ട് നമ്മളങ്ങനെ അതിൽ പൊതിയുക ചെയ്തത്. മാക്സിമം നോക്കി കിട്ടിയില്ല. പിന്നീട് മോൾക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇങ്ങനെ വേളാങ്കണ്ണി പോകുന്നതൊന്നും. അവിടെ ഞങ്ങൾ പറ്റിച്ച് വെച്ചിരുന്ന, പ്രത്യേകിച്ച് മാമനും അമ്മയും വരുന്നെന്നുള്ള കാര്യം അവൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ട്രെയിൻ വന്നപ്പോൾ അവൾ കണ്ടപ്പം അവൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര സർപ്രൈസ്ഡായി പോയി. ഇങ്ങനെ കാണുമെന്ന് വിചാരിച്ചില്ല, അവർ കാണുമെന്ന് വിചാരിച്ചില്ല. വേളാങ്കണ്ണി പോകുന്നതെന്ന് അവൾ അറിഞ്ഞതും റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ. അതുവരെ ഞങ്ങൾ പറഞ്ഞത് അലമാരി എടുക്കാൻ ആൾ വരുന്നു, അതുകൊണ്ട് അലമാരിയിൽ നിന്ന് തുണിയെല്ലാം എടുത്ത് മാറ്റുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പാടാ, പക്ഷെ വിശ്വസിച്ചു. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് വെച്ച്. ഇഞ്ചമ്പുളി എന്ന് പറയുന്നത് ഇഞ്ചിക്കറിക്ക് അവൾ ഇഞ്ചമ്പുളി എന്ന് പറയുന്നത്. പിന്നെ അതും ഒരു ഡാർക്ക് കളറായതുകൊണ്ട് അത് ഇഞ്ചമ്പുളിയാണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി ഇരിക്കുന്നത്. അങ്ങനത്തെ കാണുന്ന കറികളെല്ലാം ഇഞ്ചമ്പുളിയാക്ക്. പിന്നീട് അടുക്കളയെല്ലാം നല്ല വൃത്തിയാക്കി. കാരണം ഇത് വൃത്തിയാക്കിയിട്ട് പോയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. പെരയും അതുപോലെ അടിച്ചു വാരി ഇട്ടിട്ടുണ്ട്. തലേന്ന് തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് സമയം കിട്ടത്തില്ലെന്നറിയാം, അതുകൊണ്ട് തൂത്ത് വാരിയാൽ മതിയായിരുന്നു. പെരയും എല്ലാം തൂത്ത് വാരി. വെള്ളം കുടിക്കുന്ന പാത്രം വരെ കഴുകി വെച്ചിട്ടാണ് പോകുന്നത്. അതാകുമ്പോൾ വീട് മുഷിയൂല. വരുമ്പോൾ നമുക്കും ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അപ്പോൾ അതെല്ലാം ചെയ്തു വെച്ച് ലാസ്റ്റ് വന്ന പാത്രങ്ങൾ ഇതുപോലെ കഴുകി കമത്തി ഇങ്ങനെ ചരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ പോകുന്നതിന് മുമ്പ് എടുത്ത് അടുക്കി വെച്ചിട്ടേ പോത്തുള്ളൂ. പല്ലിയും പാറ്റയൊക്കെ ഉള്ളതല്ലേ, അപ്പം അത് കാഷ്ടിക്ക് എടുക്കുകയൊക്കെ ഇങ്ങനെ ഇരുന്നാൽ എന്തായാലും അതിൽ വീഴും. കമത്തി വെച്ചിട്ട് പോയാൽ എന്തായാലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ കഴുകിയേ ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ അത് എളുപ്പമായിരിക്കും. അതുകൊണ്ട് അതെല്ലാം കമത്തി വെച്ചിട്ട് തന്നെയാണ് എപ്പോഴും ദൂരയാത്ര പോകുന്നത്. എല്ലാ പാത്രങ്ങളും അടുക്കി പറക്കി വെച്ചിട്ടേ പോകാറുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ സ്റ്റേഷനിലെത്തി. കറക്റ്റ് ടൈമിൽ തന്നെ ട്രെയിൻ വരികയും ചെയ്ത്. വേറെ എവിടേക്കോ ലേറ്റായിരുന്നു, പക്ഷേ കൊല്ലം സ്റ്റേഷനിൽ കറക്റ്റ് ടൈമിലാണ് എത്തിയത്. അങ്ങനെ ട്രെയിനിൽ കയറി. അപ്പോഴത്തേക്കും മാമനും മോളും കൂടെ സ്നാക്സൊക്കെ ഒരുവിധം കാലിയാക്കി. പിന്നെ മിക്സറും കൊണ്ടാണ് ഇവിടെ വരുന്നിടം വരെ രണ്ടുപേരും പിടിച്ചിരുന്നത്. പിന്നെ നമുക്ക് സൈഡ് സീറ്റ് അല്ലായിരുന്നു, അതുകൊണ്ട് നല്ല നല്ല കാഴ്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഫോണിലെടുത്തിട്ട് അത്ര ക്ലാരിറ്റി കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യാത്തത്. അത് ചെയ്തിട്ട് കാര്യമില്ല. ഇതുപോലെ ഇങ്ങനെ ഫോഗ് പോലെ ഇരിക്കുന്നു. പിന്നീട് ഫുഡും കാര്യങ്ങളൊക്കെ വന്നു. ഇത് നമ്മൾ വേളാങ്കണ്ണി എത്തിയിട്ടുള്ള രാവിലെ 5:30 എങ്ങാണ്ടായപ്പോൾ വേളാങ്കണ്ണിയിൽ എത്തി. ഫുഡിൻ്റെ ഒന്നും തുറക്കുന്നതൊക്കെ എടുക്കണമെന്ന് വലിയ ആഗ്രഹത്തിലെല്ലാം ചെയ്തത്. പക്ഷേ ഫോണൊക്കെ ബാഗിലായിപ്പോയി. തിരക്കും കാര്യങ്ങളും എല്ലാം ആയിട്ട് എങ്ങനെയെങ്കിലും കഴിച്ചിട്ട് എങ്ങനെയെങ്കിലും കയറി കിടക്കാനാണ് നോക്കിയത്. നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും വേളാങ്കണ്ണി പോകുന്നവർ തന്നെയാണ്. അപ്പോൾ പകുതി വെച്ച് ഇറങ്ങിയോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ വേളാങ്കണ്ണിയിലെത്തി. ഇനി അടുത്ത വീഡിയോയിൽ നമ്മളെ വേളാങ്കണ്ണിയിലെ വിശേഷങ്ങളും നമ്മളെടുത്ത റൂമൊക്കെ രസമായിരുന്നു. അതൊക്കെ കാണാം. അപ്പോൾ ബൈ.